ഹായ്, പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുടുമോൻ്റെ ചാനലപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ദേ സുടുമോൻ്റെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഒന്ന് ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞിട്ട് സുടുമോൻ്റെ പരിപാടികളാണ് ഓരോന്നോരോന്നായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബ്രഷ് ചെയ്യിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ എന്നിട്ട് ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ബ്രഷ് ചെയ്യിക്കുമ്പോൾ സുടുക്കൂട്ടനെ എല്ലാ ദിവസവും ബ്രഷ് ചെയ്ത് പറ്റില്ല കേട്ടോ. അപ്പോൾ വായിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് കുറേശ്ശൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നരാടം വിട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇടയ്ക്ക് കൈ കൊണ്ടായാലും തേപ്പിക്കും ഭയങ്കര മടിയാണ്, ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നിർത്തി തേപ്പിക്കണതാണ്. ഇപ്പോൾ നിർത്തി തേപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ അധികം കരച്ചിലൊന്നും ഇല്ലാത്തത്. ഇരുത്തി നമ്മൾ മടിയിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കാനായിട്ട് അവന് പറ്റണില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവനെ പിടിക്കാനും പറ്റണില്ല, അവൻ വലുതായില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇരുത്തി തേക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നിർത്തിയാണ് കേട്ടോ തേപ്പിക്കണത്. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രഷ് കൊണ്ട് തേക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ കൈ കൊണ്ട് തേച്ചിട്ട് പിന്നെ ഒരു കോട്ടൺ തുണി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ എന്നും ക്ലീൻ ചെയ്യണം കേട്ടോ പല്ലൊക്കെ. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സുടുക്കുട്ടനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടാ കുളിക്കാൻ. പിന്നെ സുടുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നല്ല ഇഷ്ടമാണ് കേട്ടോ സുടുക്കുട്ടന് കുളിക്കാൻ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം ചിരിക്കും സുടുക്കുട്ടൻ. അപ്പോൾ അതേ ഇപ്പോൾ തോർത്തുമുണ്ടൊക്കെ ഇട്ടിട്ട് വീഡിയോസിൽ കാണിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സുടുക്കുട്ട ഫ്രീ ആയിട്ടാണ് ഇരിക്കാറ്. ഇന്നിപ്പോൾ സുടുക്കുട്ടന് നാണാവില്ലേ. അപ്പോൾ ഞാൻ സുടുക്കുട്ടന് തോർത്തുമുണ്ടൊക്കെ ഇടിച്ച് കുളിപ്പിക്കാനിരുത്തിക്കാണ്, കസാരയിൽ കുളിപ്പിക്കുന്നതാണ് കേട്ടോ സുടുക്കുട്ടന് അങ്ങനെ ഇഷ്ടം. അപ്പോൾ നമുക്കും സുഖമാണത്. നമുക്ക് നിർത്തി പിടിച്ച് കുളിപ്പിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ബക്കറ്റിലൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ടിട്ട് ഇങ്ങനെ കുളിപ്പിച്ച് കൊടുക്കുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. സോപ്പൊക്കെ ഇട്ട് തേച്ചൊക്കെ കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഓരോ പ്രാവശ്യം ഓരോ കപ്പിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് വെള്ളം വീഴുമ്പോൾ ആൾ ഭയങ്കര ചിരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ തോർത്തുമ്പോൾ മാത്രമാണ് കുറച്ച് ഭയങ്കര പ്രയാസമുള്ളൂ കേട്ടോ. സുടുക്കുട്ടിന് തലയിൽ വെള്ളം ഒഴിക്കുന്നത് വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ തോർത്തി കൊടുക്കണതും വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും കുളിപ്പിച്ചൊക്കെ നമുക്ക് എടുത്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എന്നാലും ഭയങ്കര ഇഷ്ടം. എടുത്താണല്ലോ കൊണ്ടുപോകണത്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് ചിരിക്കും ആൾ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പം ചിരിക്കും കേട്ടോ. വാതിലിൻ്റെ സൗണ്ടോ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ അവൻ്റെ കൈ കൊണ്ട് തന്നെ ചിലപ്പോൾ ചെറുതായിട്ട് തട്ടണതാവും കേട്ടോ. അപ്പോൾ ആ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ ചിരിക്കും കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല മെടുക്കനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പാല് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി കൊടുത്തൊക്കെ നോക്കി. അപ്പോൾ ഞാനപ്പോൾ ആദ്യം വീണ്ടും ഞാൻ ഡ്രസ്സ് ഊരിയിട്ട് അല്ലെങ്കിൽ ഡ്രസ്സും ആകെ നനയും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വീണ്ടും ബനിയൻ ഊരിയിട്ടാണ് കേട്ടോ പിന്നെ ചായ കൊടുത്തത്. ചായയല്ല പാല്, സോറി തെറ്റിപ്പോയി. അപ്പോൾ പാല് കുടിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അടിച്ചൊക്കെ കാണിച്ചൊക്കെ കൊടുക്കും കേട്ടോ. അമ്മേനൊന്ന് അടിച്ചോ എന്നൊക്കെ പറയുമ്പോൾ അവൻ ചിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലാണ് അങ്ങനെ സൂത്രമൊക്കെ കാണിച്ചിട്ടാണ് സുടുക്കൂട്ടന് പാലൊക്കെ കൊടുക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ കാണിച്ചിട്ട് വേണം സുടുമോന് പാൽ കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചില ദിവസം അവൻ അങ്ങനെയൊക്കെ ഇരുന്നൊക്കെ തരും കേട്ടോ. ചില ദിവസം വയ്യാത്തപ്പോൾ അവൻ അങ്ങനെ കിടന്നുള്ളൂ കേട്ടോ നമ്മുടെ മടിയിലേക്ക്. അപ്പോൾ ഫിക്സൊക്കെ ഉള്ള കാര്യം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കർപ്പൂര തുളസി കേട്ടോ. അപ്പോൾ ഈ തുളസി നമ്മുടെ റൂമിൽ ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഈ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഫിക്സുള്ള പിള്ളേരുകൾക്കൊക്കെ നല്ല കുറവ് വരും കേട്ടോ. അപ്പോൾ സുടുമോന് ഈ കർപ്പൂര തുളസി ഇടയ്ക്ക് വെക്കും കേട്ടോ. റൂമിൽ ഇങ്ങനെ ഗ്ലാസ്സിലോ എന്തെങ്കിലും ഇങ്ങനെ വെക്കും. അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ എല്ലാവരും നമ്മുടെ റൂമിൽ എന്ന് പറയുമ്പോൾ ഫിക്സ് കുറയുമെന്നാണ് പറയണത്. അപ്പോൾ സുടുമോന് ഫിക്സ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ ഓരോന്നും ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗ്ലാസ്സിൽ കൊണ്ട് വെക്കും കേട്ടോ സുടുമോൻ്റെ റൂമിൽ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒക്കെ പൊട്ടിച്ച് വെക്കും ഇങ്ങനെ കുറേശ്ശെ. അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3-4 ദിവസമൊക്കെ നിൽക്കും കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിട്ട് എന്നാലും ഇവിടെയൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ അത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ റൂമിൽ വെക്കും. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറവൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ നിങ്ങൾ. അപ്പോൾ സുടുമോൻ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ കുറവുണ്ട് ഫിക്സിനൊക്കെ. ചില ദിവസം പറയാൻ പറ്റില്ല, ചില ദിവസം നല്ല കൂടുതലൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മെഡിസിനൊക്കെ ഉണ്ട്. മെഡിസിൻ കഴിക്കുമ്പോൾ സുടുക്കുട്ടന് കുറവാകും. പിന്നെ അതേ ആദ്യം ഡ്രസ്സൊക്കെ ഇടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് സുടുമോൻ്റെ ചുണ്ടുമ്പോൾ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അവൻ പല്ല് കൂട്ടി കടിച്ചു. അപ്പോൾ ചെറിയൊരു പൊട്ടൽ വന്നു അപ്പോൾ അവനത് വേദനയുണ്ട് കേട്ടോ. അവൻ പല്ല് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നിൽക്കണ കാരണം കൊണ്ട് പെട്ടെന്ന് അവൻ കൂട്ടി കടിച്ചതാണെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതാണ്. അപ്പോൾ നേരെ നോക്കി കിട്ടാനൊന്ന് പ്രയാസമാണ് കേട്ടോ. നമ്മളിങ്ങനെ പെട്ടെന്ന് ഈ ഫോട്ടോയൊക്കെ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ ചിരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ എടുക്കുന്നതാണ്. ഇപ്പോൾ ഫിക്സൊക്കെ വരുമ്പോൾ അവർക്ക് നേരെ ഇരിക്കാനൊന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ അവൻ തല ഉയർത്തൽ കുറവാണ് കേട്ടോ. തല നമ്മൾ കസാരമൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കളിപ്പിക്കുക, നമ്മൾ കഴുത്തിൽ ബാക്കിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെയാണ് തല അവൻ ഒന്ന് ഉയർത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട് നോക്കിയിട്ട് ആ വലിയ തുണി ഇടുന്നത്
ഡ്രസ്സുമേക്ക് ആവാണ്ടിരിക്കാനാണ് കേട്ടോ. അവന് ചോറൊക്കെ കൊടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കാരണം കൊണ്ട് എവിടെ ആവാണ്ടിരിക്കാനാണ്. അപ്പോൾ അവന് ഈ കിണ്ണം വലിയ കിണ്ണത്തിൽ കൊടുത്ത് നോക്കി നോക്കണം, ചെറിയ കിണ്ണത്തിൽ കൊടുത്ത് നോക്കി നോക്കണം, അങ്ങനെ ഓരോ സൂത്രങ്ങളൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ സുടുക്കുട്ടന് ഫുഡൊക്കെ കൊടുക്കണത്, ഒന്ന് ഉള്ളിലാക്കണത്. ചിലപ്പോൾ അവന് ഓരോ നിർബന്ധ ബുദ്ധിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പൊക്കെ കൊടുത്ത് നോക്കി നോക്കും. അപ്പോൾ അവനങ്ങനെ ചിലപ്പോൾ പെട്ടെന്നൊന്നും തിന്നൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി കുറച്ച് ബലമൊക്കെ പ്രയോഗിച്ചിട്ട് വേണം സുടുക്കുട്ടന് ഭക്ഷണമൊന്നും ഉള്ളിലേക്ക് ആക്കണമെങ്കിൽ. ചില ദിവസം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചില ദിവസം ഇത്തിരി വാശിയും ഇത്തിരി മടി ഇതൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ചിലപ്പോൾ അറക്കാൻ പറ്റാണ്ടായിരിക്കാം, സ്വാഭാവികം, നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഭക്ഷണം കൊടുത്ത് ഉള്ളിലേക്ക് എത്തില്ലെങ്കിൽ ഒരു വിഷമല്ല. അപ്പോൾ ഞാൻ ഇത്തിരി ബലമൊക്കെ പ്രയോഗിച്ച് ഇത്തിരി ഓളം വായിലേക്കൊക്കെ എത്തിക്കൂട്ടാ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. ഇന്നിപ്പോൾ അതേ ചോറിക്കൂടെ കുറച്ച് കഷ്ണണ്ടിയാണ് കേട്ടോ കൂട്ടിയത്. ചിലപ്പോൾ ചില കറികൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടമൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കഷ്ണണ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കഷ്ണണ്ടി ചമ്മന്തിയൊക്കെ പോലെ. അപ്പോൾ അങ്ങനത്തെ കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ഒരുവിധം എല്ലാം കഴിക്കും കേട്ടോ. പിന്നെ കൂടുതൽ സാമ്പാറൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. സാമ്പാർ പപ്പടത്തൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും കഴിക്കും കേട്ടോ. പിന്നെ ചിക്കൻ, മീൻ അങ്ങനെയുള്ളതൊന്നും കൊടുക്കാറില്ല കേട്ടോ, അങ്ങനെ അധികം കൊടുക്കാറില്ല. പിന്നെ മീനിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ തന്നെ ചാളയാണ് കൊടുക്കാറുള്ളൂ. പിന്നെ കിളിമീനാണ് സുടുക്കുട്ടന് ഇഷ്ടം. അപ്പോൾ ചില ദിവസം ഇപ്പോൾ മീൻ കൂട്ടിയൊക്കെ കൊടുത്താലും കഴിക്കൊന്നുമില്ല കേട്ടോ, അവന് വെജിറ്റബിൾസാണ് കൂടുതലിഷ്ടം. ഇപ്പോൾ ദേ ഇന്നിപ്പോൾ സാമ്പാറൊക്കെയാണ് വെച്ചേക്കണത്. പിന്നെ ചോറ്, സാമ്പാർ, പപ്പടം വറുത്തത്, മാങ്ങ ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.